അപ്പോൾ ഇന്നിപ്പം നമ്മൾ രാവിലെ ഒരു 7:15 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ്. പിന്നെന്താ, ഫസ്റ്റ് തന്നെ ടാസ്ക്കായിട്ട് നമുക്ക് പാല് വന്നിട്ടുണ്ട്, പത്രം വന്നിട്ടുണ്ട്. ഞാൻ ഇത് രണ്ടും പോയിട്ട് എടുത്തിട്ട് വരാം. നമ്മളുടെ ഇന്നലെ നമ്മൾ പാലിൻ്റെ കുപ്പി കൊണ്ട് വെച്ചില്ലേ, പാലിൻ്റെ കുപ്പി കൊണ്ട് വെച്ച സ്ഥലത്ത് പാല് കുപ്പി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മളുടെ പല്ല് തേപ്പും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് ഇടിയപ്പവും, അതായത് നൂലപ്പവും പിന്നെ ഗ്രീൻ പീസ് കറിയുമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ കാപ്പിയല്ലേ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആവാമെന്നൊക്കെ ചിന്തിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഒരു 1-2 ആഴ്ചയായി തോന്നുന്നു, ആഴ്ചയായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പച്ചവെള്ളം കുടിക്കണം. ആദ്യം നല്ല ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ കുടിക്കും. അപ്പോൾ ഇങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ കുറേ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് അത് കഴിച്ചാൽ അത് ചീത്തയാണ്, അസിഡിറ്റി ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പച്ചവെള്ളം അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ കാപ്പി കിട്ടിയിട്ടില്ല. ഈ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് ഞാൻ കാപ്പി കുടിക്കും. പക്ഷെ ഈ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാപ്പി കുടിച്ച് ശീലിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുമ്പോൾ എന്തുമാതിരി ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിക്കുന്നു ഇടിയപ്പത്തിനുള്ള സംഭവങ്ങളൊക്കെ ഞാനൊന്ന് ആക്കി വെക്കട്ടെ. അല്ല, സോറി, കാപ്പീൻ്റെ കാര്യം മറന്നുപോയി. അപ്പം ഒരടുപ്പത്ത് കാപ്പി വെക്കാൻ പോവാം, മറ്റടുപ്പത്ത് മറ്റേനുള്ള വെള്ളം കൂടെ ഞാൻ വെച്ച് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് എപ്പോഴും എടുക്കുന്ന അളവ് വേണ്ടല്ലോ, ഒരാൾ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. വേസ്റ്റ് ആക്കാത്ത രീതിയിൽ കറക്റ്റ് എല്ലാവർക്കും തികയുന്ന പോലെ ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ഉള്ളപ്പോൾ 2 കപ്പ് എടുക്കാറ്. അപ്പോൾ ഇന്ന് പപ്പ ഇല്ലാത്തതുകൊണ്ട് ഞാനത് 1.5 കപ്പ് പൊടി എടുത്തു. എണ്ണം കറക്റ്റായിരുന്നു. അപ്പോഴേക്കും കാപ്പീൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ചായയൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇടാനറിയാം. പക്ഷെ കാപ്പി എൻ്റെ ഒരു അളവിലങ്ങ് നിൽക്കില്ല. ഞാൻ എപ്പോൾ ഇട്ടാലും ഫസ്റ്റ് ഇടുമ്പോൾ എനിക്കത് കടുപ്പമില്ലാത്ത പോലെ തോന്നും. പിന്നെ ഞാൻ പൊടി ഇടുമ്പോൾ എന്തായാലും അതൊരു കയ്പ്പ് പോലെയാവും. പക്ഷേ പപ്പ അടിപൊളിയായിട്ട് കാപ്പി ഉണ്ടാക്കും. എനിക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എനിക്ക് ഈ കാപ്പി ഇടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഏട്ടൻ കുടിക്കും. ഒരു ദിവസം ഏട്ടനെ കുടിക്കാൻ പറ്റാത്ത പോലെ കയ്പ്പായി പോയി. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഗ്രീൻ പീസ് കറി ഭയങ്കര രസമാണിട്ട്. നമ്മൾ കടലക്കറിയൊക്കെ വെക്കണ പോലെ ഭയങ്കര ടേസ്റ്റാണ്. പണ്ടൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയല്ല വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് എവിടെ നിന്നോ ഇതൊന്ന് കിട്ടിയിട്ട് ഇങ്ങനെ ഞാൻ ചെയ്തത്. ഇത് എവിടെ നിന്നാണെന്ന് ഞാൻ ഓർക്കില്ല. നല്ല ടേസ്റ്റായി ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത് ഷോർട്സ് ആക്കിയിട്ട് അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കിക്കോ. ഇന്ന് പപ്പയില്ലാത്തതുകൊണ്ട് ഇപ്പം ഈ ഒരു 2 തട്ടിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. കറക്റ്റ് അളവാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ എപ്പോഴും എണ്ണി കറക്റ്റ് ഇതാക്കിയിട്ട് ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ആ സാധനം വേസ്റ്റായി പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇതൊക്കെ ഒന്ന് ഇതാക്കിയെടുക്കാം. ഞാൻ പണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയ സമയത്തൊന്നും ഞാൻ മാക്സിമം ഈ സാധനം ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. കാരണം എന്താണെന്നറിയാൻ പാടില്ല, ഞാൻ പണ്ടൊക്കെ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ലായിരുന്നു. അത് ഈ അച്ഛൻ്റെ പ്രശ്നമാണോ ഞാൻ പൊടിയിൽ കുഴയ്ക്കുന്നതിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല. ഒന്നാമത്തേത് മറ്റാ സാധനം തിരിച്ച് എനിക്ക് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നൊക്കെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ തിരിക്കുമ്പോഴും നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നൂല് പോലെ ഇങ്ങനെ കറക്റ്റ് വരുമല്ലോ. അന്ന് എനിക്ക് അങ്ങനെ വരില്ലായിരുന്നു. ഇങ്ങനെ ഓരോ പീസ് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അത് അച്ഛൻ്റെ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അച്ചൊക്കെ ഞാൻ വേറെ ഇട്ട് നോക്കി. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴോ പഠിച്ച് ഇപ്പം എനിക്ക് എന്തോ ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരണുണ്ട്. അത് കുറേ കാലം നമ്മളിങ്ങനെ ഉണ്ടാക്കി ശീലമാകുമ്പോൾ നന്നായിട്ട് വരും എന്നല്ലേ. തുടക്കത്തിൽ വരേണ്ട പൊട്ടത്തരങ്ങളായിരിക്കും. പക്ഷെ അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരുന്നതെന്നുള്ളതിന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണെന്ന്. പിന്നെ അത് ഞാൻ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ ഇന്നത്തെ ഈ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധാരണ മേടിക്കുമ്പോൾ നന്നായിട്ട് വരാറുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 8 മണിക്കൂറോളം വെള്ളത്തിലിട്ടതാണ് താനും. എന്നിട്ട് ഞാൻ ആദ്യം ഒരു 5 വിസിൽ കേൾപ്പിച്ചു. എന്നിട്ടും വേവണില്ല. മൊത്തത്തിലൊരു 10 വിസിൽ ഞാൻ കേൾപ്പിച്ചു.
എന്നിട്ടും നല്ല രീതിക്ക് അതങ്ങ് വെന്ത് വന്നിട്ടില്ല. വെന്തു, പക്ഷേ ഈ ഗ്രീൻ പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഉടഞ്ഞ് കുഴഞ്ഞിരിക്കുമ്പോഴാണ് നല്ലത് വരെ. അതുപോലെ ഈ ഗ്രീൻ പീസ് വന്നില്ല, എന്താണാവോ. അപ്പോൾ അവിടെ ഗ്രീൻ പീസ് ഞാൻ പിന്നെ വേവിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിന്ന് ബെഡ്ഷീറ്റ് മാറ്റി. അപ്പോൾ അത് ബെഡ്ഷീറ്റ് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം മാക്സിമം ഞാൻ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വേഗം വേഗം മാറ്റും. കാരണം പണ്ട് ഇങ്ങനെ എവിടെയോ ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിക്ക് ചെവിയിലാണ് കണ്ണിലാണെന്ന് തോന്നുന്നു, കണ്ണിലെന്തോ ഇൻഫെക്ഷനായിട്ട് ആൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണിൽ നിറയെ ഇങ്ങനത്തെ എന്തൊക്കെയോ പുഴുക്കൾ പോലെ നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഐറ്റംസ് ആയിരുന്നു. അത് വരുന്നത് ഇതുപോലെ നമ്മൾ കുറേ നാൾ സെയിം തലോണ കവറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അണുക്കളിൽ നിന്നും വരുന്ന ഒരു സാധനമായിരുന്നു ആ കുട്ടിയുടെ കണ്ണിലെന്നൊക്കെ പറഞ്ഞത്. ഇത് ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എപ്പോഴും മാറ്റിയാൽ നല്ലതാണല്ലോ. പിന്നെ ഈ ക്രിസ്പ് ആൻഡ് ഷൈൻ ഇല്ലേ, ഞാൻ അലക്കുമ്പോൾ അതിൻ്റെ മേലയിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് അലക്കൊക്കെ കഴിഞ്ഞിട്ട് ഇടണ്ടേ, പക്ഷേ പിന്നെ വന്ന് ഇടണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അത് എല്ലാത്തിലും ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ലൊരു മണമാണ് സംഭവത്തിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും, ഇത് നഷ്ടമല്ലേ, ശരിക്കും മുക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇങ്ങനെ ഒരുപാടൊന്നും ഇടണ്ട, ഇങ്ങനെ കുറച്ചിടുമ്പോഴേ നമുക്ക് തുണിക്കൊക്കെ ആ ഒരു നല്ല മണം കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു മാറാല അതിനെ ഞാൻ കാട്ടിക്കളയും. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു, അലക്കാനിട്ടു. ഇപ്പോഴും കുക്കർ അവിടെ കിടന്ന് ആവണ്ട് കേട്ടോ. 10 വിസിലടിച്ചിട്ടാണ് ഇന്ന് ആ സാധനം വെന്ത് കിട്ടിയത്. എന്നിട്ടും വെന്തിട്ടില്ല, കുറച്ചും കൂടെ വേവാനുണ്ട്. പിന്നെ ഞാൻ അപ്പം തന്നെ എന്തായാലും ഇനി സമയമുണ്ടല്ലോ, അതിൻ്റെ ഗ്യാസ് പോവാണ്ട് കറിയാക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം തന്നെ ഞാൻ ബെഡ്ഷീറ്റും കൂടെ വിരിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ പിന്നെ അങ്ങനെ എന്താ പറയുക, ഒരേപോലത്തെ കളറൊന്നും അല്ലായിട്ട് ഇവിടെ യൂസ് ചെയ്യുക. ഞങ്ങൾ പുറത്തായിരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു 2-3 ബെഡ്ഷീറ്റല്ലേ നമ്മുടെ കയ്യിലുണ്ടാവുക. അപ്പം അത് കറക്റ്റ് ബെഡ്ഷീറ്റും തലയണയും എല്ലാം സെയിം കളർ പോലെ വെക്കും. ഇങ്ങനെ ഇവിടെ നാട്ടിലൊക്കെ വന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അപ്പയുടെ അലമാരയിൽ നിന്ന് കൈ കിട്ടണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് എടുത്ത് വെക്കും. ചിലപ്പോൾ ഒരു ബെഡ്ഷീറ്റ് ഒരു കളറായിരിക്കും, ഒരു തലോണ ഒരു കളറ്, മറ്റേ തലോണ വേറെ കളറ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ എല്ലാം കൂടെ ഞാൻ വിരിച്ചു. പിന്നെ കുറേ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനായിട്ട്, എനിക്ക് എന്ത് ചെയ്തറിയില്ല. എനിക്ക് എവിടെയൊക്കെ ചെയ്താലും ഒരറ്റം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും, എന്നിട്ട് എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റും. എൻ്റെ ഏട്ടനാണെങ്കിൽ അതിലും ഇതാണ്. എങ്ങാനും നമ്മളിപ്പം ഇച്ചിരി ചെറിയ ബെഡ്ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് തിരികെ കയറ്റാൻ അത്ര നീളം ഇല്ലാത്ത ബെഡ്ഷീറ്റാണ് ഉപയോഗിക്കണമെങ്കിൽ രാത്രി കിടന്ന് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ബെഡ്ഷീറ്റൊക്കെ കൂടെ ചുരുട്ടി കൂട്ടി ഏട്ടൻ്റെ അടിയിലടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഏറ്റവും വലിയ ബെഡ്ഷീറ്റ് നോക്കിയിട്ട് എടുക്കും. എന്നിട്ട് ബെഡിൻ്റെ അടിയിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള അത്രയും വലിപ്പമുള്ളതാണ് ഞാൻ മാക്സിമം എടുക്കുക. അല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് നേരിടാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സംഭവമൊക്കെ ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കോഴിക്കുട്ടന്മാരെ തുറന്ന് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ ഫുഡിൻ്റെ വേസ്റ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അരി അതൊക്കെ അതുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ അവരുടെ പാത്രം അവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും ഞാൻ കയറി ലത്തീഷയെ തുറന്ന് വിട്ടു. മുട്ടയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധാരണ ഒരു ഉച്ച സമയത്ത് അവർ ഇടാറുണ്ട്. ഇന്നൊക്കെ പോയി നോക്കിയിട്ട് മുട്ടയൊന്നുമില്ല. ഇപ്പോൾ മുട്ടയൊക്കെ കുറവാണ്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ മുട്ട കിട്ടണമായിരുന്നു. അങ്ങനെ കോഴിക്കുട്ടന്മാരൊക്കെ ഇറങ്ങി അതൊക്കെ തിന്നു കഴിയുമ്പോൾ പിന്നെ അതുങ്ങളിങ്ങനെ ഈ പറമ്പിലൊക്കെ തെണ്ടാൻ വേണ്ടിയിട്ട് പോയിക്കോളും. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാനങ്ങനെ എല്ലാ ദിവസവും റൂമൊക്കെ അടിക്കാറുണ്ട്. പക്ഷേ തുടയ്ക്കലും സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഒരുമിച്ച് ചെയ്യാറില്ല, സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ തോന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഹാളും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇതുമാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഞാൻ എല്ലാം അടിച്ച് ഒക്കെ ഇട്ടു. പിന്നെ ഞാൻ മീൻ അങ്ങനെ നോക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ ഒരാഴ്ച ഒന്ന് ജനൽ തുടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മഴ പെയ്യുമ്പം ഊത്തലടിച്ചിട്ടാണെന്ന് തോന്നണു. ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജനലിൻ്റെ ഗ്ലാസ്സിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലൊക്കെ നിറയെ ഇങ്ങനെ കുത്ത് പോലെ ഇങ്ങനെ കിടക്കണം. ഊത്തലടിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാണ്ട് അങ്ങനെ വരാൻ വഴിയില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതൊക്കെ കൂടെ തുടച്ചിട്ട് ഹാളും ഇതും കൂടെ അടിച്ച് തുടയ്ക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതങ്ങ് ചെയ്തു. വേഗം പണി തീർന്നു കേട്ടോ. വലിയ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചടപടെന്ന് പരിപാടി എടുത്തു.
ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യണവർ. അത് പേഴ്സണൽ ഇതാണല്ലോ, അവർക്കൊക്കെ ക്ലീനിങ് ഒക്കെ, ചില ആൾക്കാർക്ക് ക്ലീനിങ് ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് അലക്കണത്. എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, എൽസി ആൻറ്റിക്ക് അലക്കണത് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇരുന്ന് ഓരോ തുണി ഇങ്ങനെ അലക്കിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ഉള്ളതിൽ ഇഷ്ടം എന്ന് പറയണത് ഈ ഒരു കുക്കിംഗ് മാത്രമാണ്. അലക്കലതൊന്നും എനിക്ക് ഇഷ്ടമല്ല, തുടയ്ക്കണതും ഇഷ്ടമല്ല. പിന്നെ കൈയോടെ തന്നെ ഞാൻ വേഗം തുടച്ചു. ഞാൻ ഈ ഹോളിൻ്റെ മാത്രമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കണ ഏരിയയും കൂടെ ഞാൻ അവിടെ തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഞാൻ തുടയ്ക്കാൻ കാരണം ഫ്രണ്ടിലത്തെ മറ്റേ ചവിട്ടിയൊക്കെ നമ്മളെടുത്ത് മാറ്റിയില്ല. അപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴ പെയ്യണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ തന്നെ വേഗം തുടച്ചങ്ങ് കയറാമെന്ന് വിചാരിച്ചിട്ട് ചടപടയെന്ന് തീർത്തു. പിന്നെ ഏട്ടൻ പോണേക്കാട്ടിലും മുന്നേ തീർക്കാമെന്ന് ഓർത്തിട്ട് വേഗം പരിപാടി കഴിച്ചു. എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ചോറ് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ നിന്ന്, ഇതിൻ്റെ മുടിയൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചോറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിക്കാട്ട പീസ് ക്യാബേജ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ചെയ്തപ്പോൾ മടി. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേ മീൻ നമ്മൾക്ക് ഉണ്ട് അത്യാവശ്യം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇനി ക്യാബേജും കൂടെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ആ മീൻ വേസ്റ്റ് ആവും. അപ്പോൾ രാത്രിയിലത്തേക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ ചാള് ഫ്രീസറിൽ ഇരിക്കണത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അത് വറക്കാമെന്ന്. പിന്നെ അപ്പം വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് ക്യാബേജ് വലത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചത് ഫ്രിഡ്ജിൽ കയറ്റാൻ പോവാം. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ പോവും. ഏട്ടൻ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഫുഡൊക്കെ കഴിക്കണം. ഏട്ടൻ 12 മണിക്ക് പോകട്ടെ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ എന്താ ചോറൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം. ഇവിടെ പപ്പ വെച്ചിട്ടാണ് പോയത്. കാരണം വേണമെങ്കിൽ കുക്കറിൽ വെക്കാം, അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വെച്ചിട്ട് അങ്ങനെ പോയത്. പിന്നെ ഇന്നെൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിയിട്ട് ഒരു ഇടിയപ്പം ഏട്ടൻ നിന്ന് ഒരെണ്ണം കുറച്ചാണ് കഴിച്ചത്. ഒരു ഇടിയപ്പം ബാക്കി വന്നു. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. എനിക്ക് പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കണം. എനിക്ക് അതിൻ്റെ കുറച്ച് പണികളൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റയുടെ ID ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അതിലെൻ്റെ കലാവിരുതുകൾ വേറെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാരെങ്കിലും ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.